ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് എല്ലാം വിൻഡോ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In a series RLC circuit, the phase difference between the current in the capacitor and the current in the resistor is. 4 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ആൻസർ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ടോട്ടൽ ഏതാണ് 90 ഡിഗ്രി ആണ് ആൻസർ വരിക. ഓക്കെ, എക്സ്പ്ലനേഷൻ ഒക്കെ എല്ലാവരും കറക്റ്റ് തന്നെ ക്ലാസ് ഒക്കെ എല്ലാവരും റെഫർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിലവിൽ 5 മുമ്പോട്ട് നിൽക്കുന്നു. ഓക്കെ, നമുക്ക് ഓരോ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ മാർക്ക് മാറുന്നതും നിങ്ങളുടെ റാങ്ക് മാറുന്നതും അറിയാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 20 സെക്കൻഡ് ആണ് നിങ്ങൾ ഒരു ക്വസ്റ്റിന് വേണ്ടി ഉണ്ടാവുക. ഇനി ലൈവ് കയറാൻ പറ്റാത്ത ആൾക്കാരെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഭൂരിഭാഗം ആൾക്കാർ കൃത്യമായ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്താണ് ആൻസർ വരിക? റൈറ്റ് ആൻസർ എബോവ് ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. If the resonant frequency in a series RLC circuit is 50 kilohertz along with bandwidth of 1 kilohertz, find the quality factor. Okay, very good. Then answer 50. Next question. What happens to the quality factor when the bandwidth increases? What happens to the quality factor when the bandwidth increases? Kerala Water Authority operator ആവണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത്. അപ്പോൾ കൃത്യമായ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും അതിൽ ഒന്നാമതെത്താനും ഒക്കെ ശ്രദ്ധിക്കും. ഓക്കെ, ഏതാണ്? Decrease. Option B is the right answer. Next question. What is the power factor of a series RLC circuit under resonance condition? What is the power factor of a series RLC circuit under resonance condition? ഞാൻ ഇവിടെ എന്താ പറയുക, വേറെ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ക്യൂസ് നടത്തി പോവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ എന്തിലേക്ക് പോവാ, ക്ലാസ്സസിലേക്ക് തന്നെ റെഫർ ചെയ്ത് പോവാം. ഏതാണ്? ഓപ്ഷൻ ബി, 1 is the right answer. Okay. Next one. The current lacks a supply voltage in a series RLC circuit has its frequency dash the resonant frequency. മാക്സിമം എല്ലാവരും നമ്മുടെ ആപ്പിലേക്ക് വരിക കേട്ടോ. കൂടുതൽ പേര് ഇവിടെ ചാറ്റ് ബോക്സിലാണ് ഉള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൂടെ ഞാൻ തുടക്കം തൊട്ട് പറയുന്നുണ്ടായിരുന്നു. kahoot.it എന്ന് പറയുന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ Kahoot ആപ്ലിക്കേഷനിലോ നിങ്ങൾ പോയിട്ട് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന പിൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ടിസിപ്പേഷനിലേക്ക് കയറി വരാം. 7572881 7572881. ഓക്കെ, ഏതാണ്? Above is the right answer. Next question. അപ്പൊ ഇതുവരെയുള്ള സ്കോർ നിലവാരം നോക്കുമ്പോൾ നകുലാണ് ഒന്നാമത് നിൽക്കുന്നത്. നകുൽ, ശ്രീരാജ്, അഭിറാം, അജയ്, സന്തോഷ്, ഹരി എന്നിവർ എന്താ പറയാ ബാക്കി സ്ഥാനങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. Find the Q factor when the voltage across a capacitor is 1000 volt and the source voltage is 100 volt. Find the Q factor when the voltage across a capacitor is 1000 volt and the source voltage is 100 volt.
എത്രയാണ് 10. കൃത്യമായ ആൻസർ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ആൾക്കാർക്കാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, പവർ ഫാക്ടർ ഓഫ് ആൻ AC സർക്യൂട്ട് ഈസ് ഈക്വൽ. പവർ ഫാക്ടർ ഓഫ് ആൻ AC സർക്യൂട്ട് ഈസ് ഈക്വൽ. യെസ് മുഹമ്മദ്. ഏതാണ്? cosine of angle between voltage and current is the right answer. Okay, very good. ഓൾമോസ്റ്റ് എല്ലാവരും ചാറ്റ് ബോക്സിൽ കൂടിയും ലൈവ് ആയിട്ടൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The power dissipation of pure inductor is. The power dissipation of a pure inductor is. എല്ലാ ക്വസ്റ്റ്യൻസും പലതവണ PSC എക്സാമുകളിലൊക്കെ കയറി വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. എന്താണ്? 0 അല്ലെ? നമ്മൾ മൊത്തം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ 28 പേര് കൃത്യമായി ആൻസർ ചെയ്തു. 3 പേർക്ക് മാത്രം, 6 പേർക്കാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ചാറ്റ് ബോക്സിലായി ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ പാസിംഗ് AC through an inductor. On passing AC through an inductor. ഏതാണ്? Voltage leads the current. Voltage leads the current. Okay, very good. Next. The magnitude of inductive reactance with an increase in the frequency. Decreases, remains unchanged, increases, becomes 0. Inductive reactance. Inductive magnitude of inductive reactance. Reactance allow മാറ്റി വായിച്ചോളൂ. Inductive reactance. Okay. Okay, that's increases. Very good. Next, the power factor of a pure resistive circuit is equal to. The power factor of a pure resistive circuit is equal to 0, 1, 0.5, 0.8. Power factor ആയി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓർത്തിരിക്കുക, 1 is the right answer. Very good. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കൃത്യമായ ആൻസർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The difference between peak positive and peak negative values of an AC voltage is called. Maximum value, average value, effective value, and peak to peak value. ഒരുപാട് പേര് നമുക്കിപ്പോ ലൈവിലുണ്ട്. കൂടുതൽ പേര് എനിക്കൊന്ന് ചാറ്റ് ബോക്സിലാണ് തോന്നുന്നു. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല, കാരണം കുറച്ച് വൈകി എത്തിയെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, അതാണ് പീക്ക് ടു പീക്ക് വാല്യൂ. പീക്ക് ടു പീക്ക് വാല്യൂ എന്നുള്ളതാണ് ആൻസർ. ഓൾമോസ്റ്റ് എന്താ പറയാ 99% ആൾക്കാർ കൃത്യമായി അതിന് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. The RMS value of an AC is equal to. The RMS value of an AC is equal to. .707 of maximum value. Okay, very good. Okay, അടിപൊളി. Okay, ഇത് കാണുമ്പോൾ വളരെ ഹാപ്പി ഉണ്ട്. കാരണം നമ്മൾ എന്താണോ പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൽ വളരെ ഹാപ്പിയാണ്. ഓക്കെ, the value of form factor for a pure sine wave is. Be spirit until the exam നമ്മൾ എല്ലാവരും കീപ്പ് ചെയ്യണം. The value of form factor of pure sine wave is. എത്രയാണ്? 1.11.
എനിക്ക് 36 പേര് ഇവിടെ ആൻസർ ചെയ്തതില് 35 പേര് കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈവ് ചാറ്റ് ബോക്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, the total voltage in a series RL circuit leads the current by an angle. ഇന്ന് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും, കാരണം തുടക്കമായതുകൊണ്ട് ഇതിലെങ്ങനെ ജോയിൻ ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അടുത്ത ക്ലാസ്സിൽ ഞാൻ തന്നെ ഒന്നാമത് എത്തുമെന്ന രീതിയിൽ കറക്റ്റ് 9 മണിക്ക് 5 മിനിറ്റ് മുമ്പേ ഞാൻ ഇവിടെ ലൈവിൽ കയറിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ആ സമയത്ത് തന്നെ എത്താൻ ശ്രമിക്കും. ഓക്കെ, പങ്ക്ച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഓക്കെ, ഫൈൻ. തെറ്റ് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും അനാലിസിസ് ചെയ്യണം. കാരണം ചിലപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 1-2 ക്വസ്റ്റ്യൻ ആക്കി നമുക്ക് തെറ്റിയിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The frequency at which XL equal to XC is called natural frequency, resonant frequency, neutral frequency, super frequency. ഏതാണ് resonance frequency? വെരി ഗുഡ്, 100% കറക്റ്റ് ആൻസർ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. In a series RLC circuit, the impedance is equal to and current is equal to at resonance. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. In a RLC circuit, the impedance equal to and current equal to at resonance. Minimum, maximum 0 0, infinite 0 0 infinite. ഒരു ഏതാണ് മിനിമം? അതില് ഞാൻ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല. What is the power factor of a pure resistive circuit? 1, 0.95, 0.9, 0.85. 1. Okay, 1 is the right answer. Next one. The single phase domestic AC supply voltage in India is. ഒരുപാട് തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമുക്ക് ഇടയ്ക്കൊക്കെ മിസ്റ്റേക്ക് വരാറുണ്ട്. എന്നാൽ ഇത് മിസ്റ്റേക്ക് വരാത്തൊരു കാര്യമില്ല അല്ലെ? 100% ഷുവർ 230 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the value of resistance of coil having impedance of 50 ohm connected across 240 volt at 0.8 pf? 50 ohm, 40 ohm, 6 ohm or 0.8? ഓക്കെ, പ്രോബ്ലം ആയിരുന്നു. കുറച്ചും കൂടെ സമയം എടുക്കാൻ എനിക്ക് ചാറ്റ് ബോക്സിനോട് യൂസ് ചെയ്യാം കേട്ടോ. 40 ohm. ഓക്കെ, നമ്മുടെ റാങ്ക് നിലവാരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അജയ് സന്തോഷ് പുള്ളി കയറിയിട്ട് ഇത്ര നേരം നകുലായിരുന്നു വന്നിരുന്നത്. ഓക്കെ, ഷാജി, ഹരി, പ്രണവ് എല്ലാവരും തൊട്ടുപുറകെ തന്നെ കൂടി എത്തിയിട്ടുണ്ട്. The capacitive reactance of a capacitor varies. Okay, inversely with the frequency. Okay, നകുൽ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. The unit of admittance gamma in AC parallel circuit is. The unit of admittance in AC parallel circuit is ohm, Henry. Option C is the right answer. Okay, very good. Next question. The maximum value of sine wave of AC voltage is 10 volt. What is its RMS value? 1.414, 6.080, 7.070, 14.140.
ഏതായിരിക്കും 7.070 വോൾട്ടേജ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. പീക്ക് ഫാക്ടർ ഈസ് എ റേഷ്യോ. പീക്ക് ഫാക്ടർ ഈസ് എ റേഷ്യോ. ഇന്നോട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരുന്നുണ്ടാവും. എല്ലാവരും നല്ല രീതിയിൽ മോക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലാസ്റ്റ് 1 month is very crucial for us. ഓക്കെ, എത്രയാണ് പീക്ക് വാല്യൂ ടു RMS വാല്യൂ എന്നുള്ളതാണ്. എന്താണ് പീക്ക് ഫാക്ടർ? പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് വാല്യൂ ടു RMS വാല്യൂ. Next question. The form factor is the ratio. The form factor is the ratio. The form factor is the ratio. Option C, RMS value to average value ആണോ? ഓപ്ഷൻ എ, പീക്ക് വാല്യൂ ടു RMS വാല്യൂ ആണോ? ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ഓപ്ഷൻ സി, RMS വാല്യൂ ടു ആവറേജ് വാല്യൂ ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ ഓക്കെ, വീണ്ടും സ്കോർ നിലവാരത്തിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. The power factor of an inductive circuit can be improved by connecting a capacitor to it in. Now option C, parallel. Option C, parallel is the right answer. Okay. Next one. What is the line voltage for a three-phase balanced star connected having a phase voltage of 240 watt? 415 ആണോ, 420 ആണോ, 440 ആണോ, 450? 4 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. പല പല ആൻസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എ ആണോ സി ആണോ എല്ലാവർക്കും സംശയം. ഏതാണ് 415 വോട്ട്? ഓക്കെ, ഒന്ന് കുറച്ചുപേർക്ക് സംശയം വരുത്തിയിട്ട് ശ്രദ്ധിക്കും. Next question. In a Y connected circuit, the magnitude of each line current is. Delta. ഏതാണ് ഓപ്ഷൻ സി, ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് ഫേസ് കറന്റ് എന്നുള്ളതാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇതിന് കുറച്ച് പേർക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. നോക്കുക കേട്ടോ, നോക്കുക. സ്റ്റാറും ഡെൽറ്റയും കറക്റ്റ് നോക്കി പോവാം. ഓക്കെ, നെക്സ്റ്റ്. By rotating a conductor in a magnetic field, the induced EMF will be static, dynamic, induced EMF, none of the above. Obviously എന്തായിരിക്കും? ഡൈനാമിക് ആയിരിക്കും അല്ലെ? ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഏതായിരിക്കും? ഡൈനാമിക് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Whenever a conductor cuts magnetic flux, an EMF is induced in the state. The statement refers to Joule's law, Coulomb's law, Faraday's law, Lenz's law. ഇതൊരു ഫാരഡേസ് ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തൊരു ചോദ്യമാണ്. മിസ്റ്റേക്ക് വരുത്തിയ ആൾക്കാർ കൃത്യമായി ശ്രദ്ധിക്കാനും നോട്ടീസ് ചെയ്യാനും വേണ്ടി. The law which states that the induced EMF and current is opposed the cause producing it was presented by. ഒരു ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ലോ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എല്ലാ ലോയും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നുള്ളത് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഏതാണ് ഓപ്ഷൻ എ, ലെൻസ് ലോ. നെക്സ്റ്റ് വൺ. In which type of DC machine poles is residual magnetism is necessary? Shunt generator, motor, separately excited generator, permanent magnet type generator. ഏതായിരിക്കും? A or D? Shunt generator. Okay. Next question.
Okay, Jay G. Carry Love winding has parallel path. Love winding has parallel paths. 2, 4 equal to the number of poles. 1. കാരണം നമ്മൾ ഈ ടെസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് ഇന്ന് ഞാൻ ഒന്നാമത് എത്തുമെന്നുള്ള സ്പിരിറ്റ് ഉണ്ട് അല്ലെ? അത് തന്നെയാണ് ഇവിടെ കഴിഞ്ഞ ടെസ്റ്റില് ഒന്നാമത് എത്താൻ പറ്റിയില്ല, അടുത്ത തവണ ഞാൻ ഒന്നാമത് എത്തും എന്നുള്ള നിങ്ങളുടെ ആ ഒരു ചാറ്റാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ഒരു വാശിയും കാര്യങ്ങളും നിലനിർത്തുക. ഏതാണ്? ഈക്വൽ ടു ദ നമ്പർ ഓഫ് പോൾസ്. ഇതൊരു ഗെയിം ആയിട്ട് തന്നെ കാണാം. Equal to the number of poles. Equal to the number of poles is the right answer. Very good. Okay, next question. Shunt generator are used where the main requirement is a constant. Voltage and current. Voltage over wide load range. Voltage over a narrow load range. More than that, നമ്മൾ തെറ്റിയ ക്വസ്റ്റ്യൻസ് അനാലിസിസ് കൃത്യമായി നമ്മൾ നടത്തിയിട്ടുണ്ടാവണം. ഇതേ ക്വസ്റ്റ്യൻ PSC എക്സാമിന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ക്വസ്റ്റ്യൻ തെറ്റി വരാൻ പാടില്ല. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മോക്ക് ടെസ്റ്റിൽ ചെയ്ത ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മിസ്റ്റേക്ക് വരാൻ പാടില്ല. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മിക്കും. ഓക്കെ, എല്ലാ സോഴ്സും നിങ്ങളുടെ കയ്യിലുണ്ട്. പഠിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെ മാത്രമാണ്. The function of brushes in the DC generators. The function of brushes in the DC generators. Collect the current from the commutator. അല്ലെ? ബ്രഷസിന്റെ ഫംഗ്ഷനെ ചോദിച്ചിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാം, ഒരു IT ലെവൽ എക്സാമിനേഷൻ ആണ്, ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് വരും. ഓരോ ചോദ്യവും നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും കൃത്യമായി തന്നെ പഠിക്കുക. വീണ്ടും പറയാണ്, നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണ് ഇതിന്റെ ഒക്കെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. Which one of the following is a reason for losing the residual magnetism of self-excited DC generator? The armature core is not properly laminated. The generator is kept idle for long time. The armature resistance is more than 1 ohm. Incorrect brush position. ഏതാണ്? Option B. The generator is kept idle for a long time. Okay. നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അജയ് സന്തോഷ് 1ാം സ്ഥാനം, പ്രണവ് 2ാം സ്ഥാനം, നബിൽ 3ാം സ്ഥാനം, അഖിൽ KV 4ാം സ്ഥാനം, ഷാജി 5ാം സ്ഥാനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് നമ്പർ ആണ്. ഒരു എന്താ പറയാ, നമുക്കിത് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പിരിറ്റിന് വേണ്ടി മാത്രമാണ് അല്ലെ? എല്ലാവർക്കും സെയിം മാർക്ക് തന്നെയാണ്. The yoke for large DC machine is made out of. The yoke for large DC machine is made out of high carbon steel, cast steel, mild steel, wrought iron. Yoke. ഏതാണ്? കാസ്റ്റ് സ്റ്റീൽ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊന്നും എനിക്കൊന്നും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ തെറ്റിക്കില്ല എന്ന് എന്റെ വിശ്വാസം. കാരണം മെറ്റീരിയൽ ഒക്കെ പഠിക്കുന്നതാണ്, എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുക. Okay, nice. Abraham is back with an answer of streak of 3. Okay, Abraham score ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ ലിസ്റ്റിൽ വന്നിട്ടില്ല. കുഴപ്പമില്ല. Next. The thickness of lamination. Thickness of lamination of armature core disc is 0.3 mm, 0.4 mm, 0.5 mm, അതാണോ 0.6 mm ആണോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് 0.5 mm എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. Okay, last and final question for you. In DC machine, yoke offers mechanical protection of the machine, flux path completion, produce working flux, mechanical protection to the machine, or flux path completion. Option D is the right answer. Okay.
ഓക്കെ, അപ്പോൾ അജയ്, സന്തോഷ്, നകുൽ, പ്രണവ്. Last time 22nd position, improved our 6th position. Hari, very good, Hari. Okay, അപ്പോൾ അജയ്, നകുൽ ആൻഡ് പ്രണവ്. അപ്പോൾ ബാക്ക് ടു ചാറ്റിലേക്ക് മടങ്ങി വരാം. വളരെ ബിസി ആയിരുന്നു എന്ന് എനിക്കറിയാം, കാരണം വളരെ കുറഞ്ഞ സമയത്താണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് അടിച്ചു പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്താ പറയാ, ഓക്കെ, അതുപോലെ തന്നെ മൊത്തത്തിൽ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 70% ക്വസ്റ്റ്യൻസ് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ആണ് ആകെ ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ ആ 4 ക്വസ്റ്റ്യൻസ് എനിക്ക് ഒന്ന് കുറച്ച് ഒന്നൊരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ first question, what is the value of resonant coil having impedance of 50 ohm connected with 240 and 0.8 BF? അതാണ് ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് മിസ്റ്റേക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് in a series RLC circuit, the phase deformation difference between the current in the capacitor and the current in the resistor. ഇതും കുറെ പേർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. And the resonant frequency current in the inductor lacks a voltage in series RLC circuit. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെക്ഷനിലേക്ക് ഒന്നും കൂടെ ഒന്ന് പോയി നോക്കുക, എന്നിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ how's the things going on? എങ്ങനെയുണ്ടായിരുന്നു പഠനം? അപ്പൊ അടുത്ത ടെസ്റ്റിൽ എല്ലാവരും കറക്റ്റ് ടൈമിൽ എത്തൂലേ? അപ്പൊ ഇതുകൊണ്ടായിരുന്നു ഞാൻ മുമ്പ് അസൈൻ ചെയ്ത് ക്വിസ് നടത്തിയത്. അപ്പം കുറച്ച് പേർക്ക് സ്ഥിരമായിട്ട് ലൈവ് കയറി പരിചയമുള്ള ആൾക്കാരെ സംബന്ധിച്ചിരി അതൊരു രസകരമായിട്ട് തോന്നില്ല. ഇത് ഓക്കെ, നിങ്ങൾ ലൈവില് വേണം, പക്ഷെ ലൈവിലുള്ളപ്പോ ഒരു രസമാണ് അല്ലെ? അതിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതിന്റെ റെക്കോർഡ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. വീണ ഓക്കെ, ഷാമൽ കുഴപ്പമില്ല, വിട്ടേക്ക്, നമുക്ക് അടുത്തതില് സെറ്റ് ആക്കാം. ഓക്കെ, റാൻഡം ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം. അഖിൽ, ചെറിയൊരു മുറിവുണ്ട്, പക്ഷെ കെട്ടക്കഴിച്ചു, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത തവണയും നിങ്ങൾ തന്നെ ഫസ്റ്റിലേക്ക് എത്താൻ ശ്രമിക്കുക. ബേക്കിലുള്ള ആൾക്കാർ അവരെത്തില്ല, ഞങ്ങൾ എത്തുമെന്ന വാശിയിൽ പഠിക്കുക. ഞാൻ ഡേറ്റ് തന്നിട്ടില്ലേ? ഞാൻ ഓൾറെഡി ഷെഡ്യൂൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ സെക്ഷൻസ് ആണെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. 5-ാം തീയതിയാണ്, 3 ദിവസം ഗ്യാപ്പിൽ അടുത്ത എക്സാം ഉണ്ട്. കാരണം ഓൾറെഡി നിങ്ങളൊക്കെ പഠിച്ച് നിങ്ങളുടെ റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, ഒരു പരിപാടിയില്ല. ഇനി പഠിക്കാൻ സമയം വേണമെന്നുള്ള എക്സ്ക്യൂസസ് ഒന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, അബ്ദുറാം വീണ അടുത്ത മോക്ക് ടെസ്റ്റ് 5-ാം തീയതി അല്ലേ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ്, 5-ാം തീയതി അല്ലേ പറഞ്ഞിരിക്കുന്നത്? ദീപക്, ടെസ്റ്റ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്? ഓക്കെ, ഇതിലൊരു പിൻ നമ്പർ ഉണ്ടായിരുന്നു, അത് തുടക്കത്തിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അതിൽ വെച്ച് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ റെക്കോർഡ് സെക്ഷൻസ് ഞാൻ ഇടും. ആ റെക്കോർഡ് സെക്ഷൻ നിങ്ങളൊന്ന് മര്യാദയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഒരു 9 മണിക്ക് നിങ്ങൾ എത്തണം, നിർബന്ധമായിട്ട് എത്തണം എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവരും നിമിയുടെ മോക്ക് ടെസ്റ്റ് ബുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ? ആ ബുക്ക്, ഏഷ്യൻ പബ്ലിക്കേഷന്റെ ബുക്ക് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി അതൊക്കെ നല്ല രീതിയിൽ നോക്കണം. ഒരു ക്വസ്റ്റ്യൻ, കാരണം കൂടുതൽ ഇതൊക്കെ തന്നെ അങ്ങോട്ടും കയറി വരും. ഇതൊക്കെ തന്നെ വരുമ്പോ നിങ്ങളുടെ, അതായത് ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് ആക്ച്വലി കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്ത് വേണം? നല്ല റിവിഷൻ വേണം. മാക്സിമം ബുക്കുമായിട്ട് ഇരിക്കുക. ഇനി
ടെസ്റ്റ് കറക്റ്റ് അറ്റൻഡ് ചെയ്യാം. സംശയമുള്ള കാര്യങ്ങൾ ക്ലാസ് ഒക്കെ എടുത്ത് നോക്കുക. നിങ്ങൾ കാരണം ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി തീർത്ത് വെക്കണം ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മന്ത് ഫോർ റിവിഷൻ നോട്ട്സ് ഒക്കെ എടുത്ത് നോക്കുക. ഓക്കെ, അമൽ, ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഏഷ്യൻ പബ്ലിക്കേഷൻസിന്റെ ബുക്കും നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്കും ആയിരിക്കും. ഞാൻ തുടക്കം തൊട്ടേ അത് പറയാറുണ്ട്. It's very important. Okay. അപ്പോൾ ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്തോട്ടെ എന്നാൽ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും തൽക്കാലം ബൈ. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവരും ലിസ്റ്റിലുണ്ടാവും. നിങ്ങൾ ഈ ഒരു മാസം നന്നായിട്ടൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. എല്ലാവരും ലിസ്റ്റിലുണ്ടാവുന്നല്ല, ഫസ്റ്റ് അഡ്വൈസ് നിങ്ങൾക്ക് ജോലിയും കിട്ടും. കാരണം അതിന്റെ ഒരു ചരിത്ര നിയമം അങ്ങനെയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു 10 മണിക്കൂറൊക്കെ മെനക്കെട്ടുണ്ട്, പക്ഷെ മെനക്കെട്ടാൽ നിങ്ങൾ അതിന്റെ റിസൾട്ട് എത്തിയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. അടുത്ത മോക്ക് കാണാം. തൽക്കാലം